Hey guys and welcome back to Best Car Picks. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാരുതി സുസുക്കിക്ക് ഇന്ത്യയിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ വണ്ടി മോശമായതുകൊണ്ടല്ല, പക്ഷേ ഇവരുടെ കംപ്ലീറ്റ് ടൈമിംഗ് എല്ലാം തെറ്റിപ്പോയി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ജിമ്മി 5 ഡോറിനെ പറ്റിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി, അതായത് പണ്ട് നമുക്കിവിടെ ജിപ്സി വിറ്റിട്ടുള്ളതാണ്. ഈ ജിപ്സി എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി വന്നിട്ടുള്ള ജിമ്നി തന്നെയാണ്. അത് പുറത്ത് ജിമ്നി എന്നറിയപ്പെട്ടു. ഇവിടെ അവർ പണ്ട് ജിപ്സി എന്ന് പറഞ്ഞ പേരിൽ ഈ വണ്ടി വിറ്റു. പുതിയ വണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നപ്പം പിന്നെ അവർ ജിമ്നി എന്ന് പറഞ്ഞ പേരിൽ തന്നെ വിളിച്ചു. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ശരിക്കും ഒറിജിനൽ ഇവിടെ കിട്ടിയ ജിപ്സി 2nd ജനറേഷൻ മോഡലായിരുന്നു. അതിന് മുന്നേ 1970s നമുക്ക് ഒറിജിനൽ ജിമ്നി, അതായത് ജെൻ 1 ജിമ്നി എന്ന് പറഞ്ഞ വണ്ടി ഇൻ്റർനാഷണലി വരുന്നത്. അതിനുശേഷം 1981 ആയപ്പോഴേക്കും അതായത് നമുക്കിവിടെ കിട്ടിയ ജിപ്സി 2nd ജനറേഷൻ മോഡൽ ജിമ്നി ആയിട്ട് ഇൻ്റർനാഷണലി വന്നു. ആൻഡ് പിന്നെ വരുന്ന 3rd ജനറേഷൻ 1998 വരുന്നത്. ആ വണ്ടി അത്ര പോപ്പുലർ അല്ലായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കുറവ് പോപ്പുലറായ വണ്ടി അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് ഈ വണ്ടിക്ക് ഒരു പീക്ക് ഫാൻ ബേസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു കൾട്ട് ഫോളോയിങ് വന്ന് ഇപ്പോൾ വരുന്ന 4th ജനറേഷൻ വണ്ടി നമ്മുടെ 2018 കാലത്ത് ലോഞ്ച് ആകുമ്പോഴാണ്. 3 ഡോർ ആയിട്ടാണ് ഈ വണ്ടി ആദ്യം ലോഞ്ച് ആയത്. ആൻഡ് 3 ഡോർ എന്ന് പറയുമ്പം ഇത്രയും ചെറിയ ഫോം ഫാക്ടറിൽ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു കൂൾ, ഒരു ഡെയിലി കമ്മ്യൂട്ടർ എന്നല്ല, ശരിക്കും ഒരു കൂൾ ഓഫ് റോഡർ വാഹനം, അല്ലെങ്കിൽ ഒരു കൂൾ ലൈഫ് സ്റ്റൈൽ വണ്ടിയായിട്ടാണ് ഈ വാഹനം ഭയങ്കരമായിട്ട് പോപ്പുലർ ആയത്. ഇതൊക്കെ കണ്ട് നമ്മൾ ഇന്ത്യക്കാരും ചോദിച്ചു, ഓക്കെ വാ, വണ്ടി കൊള്ളാലോ, അവർ കുറേയൊക്കെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കും വണ്ടി കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു എന്ന്. അങ്ങനെ ഒരുപാട് ജേർണലിസ്റ്റുകൾ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഒരുപാട് ജിപ്സി ഓണേഴ്സ് പറഞ്ഞു. അങ്ങനെ ഈ ആൾക്കാർ പറയുന്നതൊക്കെ സുസുക്കി കേട്ടു. അപ്പോൾ അവർ വിചാരിച്ചു, അവർ വിചാരിച്ചില്ല 3 ഡോർ ജിമ്നി ഇവിടെ കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ സുസുക്കിയുടെ മനസ്സിൽ വേറെ പല പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ നമുക്കൊരു 5 ഡോർ ജിമ്നി തരാം എന്നുള്ള രീതി, അതായത് ഇന്ത്യക്ക് വേണ്ടി 5 ഡോർ ജിമ്നി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോയിട്ട് നേരെ ഡ്രോയിങ് ബോർഡിലേക്ക് പോയി വണ്ടിയുടെ ലെങ്ത്തും കൂടെ കൂട്ടി, വീൽ ബേസ് കൂട്ടി, അങ്ങനെ 5 ഡോർ ജിമ്നി റെഡിയാക്കിയിട്ട് നമുക്ക് ഒരു 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഇറക്കുന്നത്. 15 ലക്ഷം രൂപ എക്സ്ഷോറൂം ആയിരുന്നു ഇറങ്ങിയ സമയത്ത്. ഏകദേശം 12.8 ലക്ഷം രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 14.9 ലാക്സ് അങ്ങനെ എന്തായിരുന്നു ഈ വണ്ടി വന്ന സമയത്തുള്ള എക്സ്ഷോറൂം പ്രൈസ്. അതായത് ഓൺ റോഡ് ഏകദേശം ഒരു 17-18 ലാക്സ്, ശരിക്കും 18 ലാക്സ് വരെ ഓൺ റോഡ് ഇതിന് പോകുമായിരുന്നു, ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു, എന്തിനാ ഇപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് ഓൾറെഡി Thar 3 ഡോർ ഇതിന് ഏകദേശം സിമിലർ പ്രൈസിലാണ് കിട്ടുന്നത്. അത് 3 ഡോർ ആണെങ്കിലും വലിയ എൻജിൻസ് ഉണ്ട്, പവർ കൂടുതലാണ്, എക്യുപ്മെൻ്റൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹീന്ദ്ര Thar ROXX ഇറക്കി. അപ്പോഴേക്കും ഏകദേശം തീരുമാനമായി ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം നമുക്ക് ഏകദേശം ഒരു സിമിലർ പ്രൈസ് പോയിന്റിലൊക്കെ 2 വീൽ ഡ്രൈവ് Thar ROXX കിട്ടും. പൊതുവെ ആൾക്കാർ Thar എടുത്തുകൊണ്ടിരുന്നത് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് സിറ്റി കൂടെ ഒക്കെ ഓടിക്കുക, ഓട്ടോമാറ്റിക് എടുക്കുക, വെറുതെ ആൾക്കാർ കാണിക്കുക, നല്ല റോഡ് പ്രസൻസ് കിട്ടുക, അതിനൊക്കെ വേണ്ടിയായിരുന്നു. ഈ വണ്ടി അവർ 5 ഡോർ ആക്കിയെന്നൊക്കെ പറഞ്ഞാലും വിഡ്ത്ത് കുറവായിരുന്നു, സൈസ് കുറവായിരുന്നു, ഹൈറ്റ് കുറവായിരുന്നു, ഡയമെൻഷൻസ് മൊത്തത്തിൽ സബ്ഫോമീറ്റർ ആയിരുന്നു. പറഞ്ഞു വരുമ്പം Thar 3 ഡോറും സബ്ഫോമീറ്ററാണ്. പക്ഷേ Thar ROXX വന്നപ്പോഴേക്കും അത് ഏകദേശം 4.5 മീറ്റേഴ്സിൻ്റെ അണ്ടറിലേക്ക് വന്നു ലെങ്ത്ത്. അത്യാവശ്യം വലിയൊരു വണ്ടിയായി. ആൻഡ് ഓവറോൾ നമ്മളിപ്പോൾ ഏത് Thar എടുത്താലും അതിന് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, അത്യാവശ്യം സൈസ് ഉണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഈ വണ്ടിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഹൈ പ്രൈസ് വെച്ച് ഈ വണ്ടി ഒട്ടും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. അതിനുശേഷം ഇവർ പതുക്കെ ഇതിൻ്റെ പ്രൈസ് അങ്ങോട്ട് കുറച്ചു. പ്രൈസ് ഒഫീഷ്യലി കുറച്ചില്ല, ഡീലേഴ്സ് വഴി നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഏകദേശം 2-3 ലക്ഷം രൂപയൊക്കെ ഡിസ്കൗണ്ട് കിട്ടിയ ആൾക്കാരും ഉണ്ട്. ടോപ്പിൻ്റെ ഒരു 14-15 ലക്ഷം രൂപയ്ക്കൊക്കെ ഓൺ റോഡ് വാങ്ങിയ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ വണ്ടി അവർ ഒരുപാട് വിറ്റു. ഇനീഷ്യൽ കാലത്തിലൊക്കെ ഈ വണ്ടിക്ക് ഒരു 1000-1500 വരെയൊക്കെ തട്ടിമുട്ടിയൊക്കെ സെയിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്, 300-400 അത്രയൊക്കെയാണ് ഈ വാഹനത്തിന് മാക്സിമം സെയിൽ കിട്ടുന്നത്. ചില മാസങ്ങളിൽ 500 വരെയൊക്കെ പോകും, പക്ഷെ എന്നാലും അതിലും കൂടുതലൊന്നും പോകാറില്ല. ഇതാണ് നമ്മുടെ ജിമ്നിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ 3 ഡോർ ജിമ്നി അവർ ജസ്റ്റ് ഇവിടെയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് 5 ഡോർ ഒന്നും ഇറക്കാതെ അവർ 3 ഡോർ തന്നെ ഇന്ത്യയിൽ ഇറക്കിയിട്ട് ജസ്റ്റ് കുറച്ച് വണ്ടികൾ വിറ്റാൽ മതിയെങ്കിൽ അത്രയും മതി എന്നുള്ള രീതിയിൽ ഇറക്കുക. ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് നോക്കുക. അത് കുറച്ച് പേര് എന്തായാലും വാങ്ങും. അപ്പോൾ പിന്നെ അത് വാങ്ങാൻ പറ്റാത്തവർ, അതായത് നമുക്ക് ചെറിയ വണ്ടി വേണ്ട, നമുക്ക് കുറച്ചുകൂടെ വലിയ വണ്ടി വേണം, 5 പേരെ ഇരുത്തണം, ബാക്കിൽ ഒരു എക്സ്ട്രാ ഡോർ വേണം, അതായത് ബാക്കിൽ 2 എക്സ്ട്രാ ഡോർസ് വേണം, 5 ഡോർ ആയിരിക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 5 ഡോർ വണ്ടി ഡെവലപ്പ് ചെയ്താലും മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ സെയിൽ കിട്ടിയാൽ. 3 ഡോർ വണ്ടി ആയിരുന്നെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് ഇറക്കായിരുന്നു. അങ്ങനെ ഈ വണ്ടിക്ക് അത്യാവശ്യം സെയിൽ കിട്ടിയാൽ. ഇവർ ശരിക്കും ഇനീഷ്യലി ഭയങ്കര ഹൈ പ്രൈസിൻ്റെ ഒരു റീസൺ ആൾക്കാരുടെ ഹൈപ്പായിരുന്നു. ഫ്രോങ്സും ജിമ്നിയും കൂടെ ഒരു സമയത്താണ് ഇറങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, 2023 ഒരു ഓട്ടോ എക്സ്പോ ഉണ്ടായിരുന്നു. 2 വണ്ടികൾ ഒരുമിച്ചാണ് കാണിച്ചത്. ആ സമയത്ത് എല്ലാവരുടെ അറ്റൻഷൻ പോയത് ജിമ്നിയിലോട്ടാണ്. ആൻഡ് എല്ലാ
എല്ലാവരും ഉറ്റു നോക്കിയിരുന്നൊരു വണ്ടി ജിംനിയാണ്. പക്ഷേ സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഫ്രോങ്സിനൊരു 10,000-15,000 18,000 ഒക്കെ സെയിലുണ്ട് എല്ലാ മാസം. ജിംനിക്ക് അതിൻ്റെ 1/10 പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. 1/10 കുറവാണ് ഇപ്പോൾ ആക്ച്വലി സെയിൽ. എന്തായാലും അതാണ് ഈ വണ്ടിയുടെ അവസ്ഥ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. ഇനി ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് ഓടിക്കുന്ന കാര്യത്തിൽ താർ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ഇൻഫീരിയർ ആണ്. അതിപ്പോൾ 3 ഡോർ താർ ആയാലും 5 ഡോർ താർ ആയാലും, പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി യൂസബിലിറ്റിയുടെ കേസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പവർ ഇല്ല. 1.5 ലിറ്റർ K15B എഞ്ചിനാണ് വരുന്നത്. 102 PS പവർ എന്തോ ഉള്ളൂ. ആൻഡ് അറൗണ്ട് 137 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഹൈവേയിൽ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ടി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് തോന്നുന്നത്. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 4 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. 5 സ്പീഡ് മാനുവൽ വേറെ കിട്ടുന്നുണ്ട്. പക്ഷേ മാനുവലിൻ്റെ ക്ലച്ചൊക്കെ കുറച്ച് ടൈറ്റാണ്, ഗിയർ ഷിഫ്റ്റ് കുറച്ച് അഗൈൻ അതും ടൈറ്റാണ്. സോ ഡെയിലി യൂസബിലിറ്റി അതും അത്ര സുഖമല്ല. ഓട്ടോമാറ്റിക് ആണ് തമ്മിൽ ഭേദം. പിന്നെ വണ്ടിക്ക് നല്ലൊരു വൈനിങ് സൗണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലും. നമ്മളിപ്പോൾ ആക്സിലേറ്റർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ടയേഴ്സാണ് കിടക്കുന്നത്, അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്ട്രാ ടയർ നോയ്സും കൂടെ വരുന്നുണ്ട്. സോ അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴേക്കും വണ്ടിക്ക് കുറച്ചും കൂടെ പവർ കുറവായതുപോലെ തോന്നും. നമ്മൾ ചവിട്ടുമ്പം വണ്ടി കയറുന്ന പോലെ തോന്നും, പക്ഷേ സ്പീഡോമീറ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ വണ്ടി ആക്ച്വലി കയറുന്നില്ല എന്നുള്ളത്. പിന്നെ മൈലേജ് ഇതിൻ്റെ അകത്ത് അഗൈൻ ആയതുകൊണ്ട് സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടാറുള്ളൂ. ഹൈവേയിലോ എങ്ങനെയൊക്കെ പോയാലും 10-12 ഒക്കെ മാക്സിമം ആണ്, അതിലും കൂടുതലൊന്നും പോകാറില്ല. ഇനിയിപ്പോൾ അല്ലാതെ നിങ്ങൾ ഹൈവേ ടെറൈൻ ടയേഴ്സ് വെച്ചിട്ടാണ് ഈ വണ്ടി അവർ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. അത് പിന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റി സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ആൾക്കാർ മഡ് ട്രെയിനോ അല്ലെങ്കിൽ ഓൾ ട്രെയിൻ ടയേഴ്സ്, ഓൾ ട്രെയിനാണ് കൂടുതൽ ആൾക്കാർ ഇടാറുള്ളത്, അതിലേക്കൊക്കെ മാറാറുണ്ട് എന്ന് മാത്രം. അത് ശരിക്കും ഇടേണ്ട ആവശ്യമില്ല. ഹൈവേ ടയേഴ്സിൽ തന്നെ ഈ വണ്ടി അത്യാവശ്യം കേപ്പബിൾ ആണ്. പിന്നെ നിങ്ങൾ അത്രയും ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾ ട്രെയിൻ ടയേഴ്സിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഹൈവേ ടെറൈൻ ആണെങ്കിൽ കുറച്ചും കൂടെ മൈലേജ് കിട്ടും, പവർ വലിയ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഓൾട്ടർനേറ്റ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞതിന് പുറമെ വേറൊരു പ്രശ്നം ഈ വണ്ടിക്കുണ്ട്. അതാണ് ഈ വാഹനത്തിൻ്റെ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ്. ഇതിൻ്റെ അകത്ത് സാധാരണ നമുക്കിപ്പോൾ വരുന്ന എല്ലാ വണ്ടികളും ട്രാക്ക് കൺവീനിയൻസ് സ്റ്റിയറിംഗ് വീലാണ്, ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ വണ്ടിയിൽ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോക്ക് ടു ലോക്ക് ടേൺ ഏകദേശം 3.5-3.25 അടുത്ത് വരും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ വളവ് തിരിക്കണമെങ്കിൽ തന്നെ സ്റ്റിയറിംഗ് ഒരുപാടിട്ട് കറക്കണം. അതാണ് സിറ്റി ഡ്രൈവിങ്ങിന് വേറൊരു പ്രശ്നം വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒരുപാട് കറക്കാൻ വേണം. അതുമാത്രമല്ല ടേണിംഗ് റേഡിയസും വളരെ കൂടുതലാണ്. താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സൈസ് കുറവാണെങ്കിലും അതിനൊക്കെ കൂടുതൽ ടേണിംഗ് റേഡിയസ് ഉണ്ട് അതിന്. അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിംഗ് ഒക്കെ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ സ്റ്റിയറിംഗ് അത്ര ലൈറ്റൊന്നും അല്ല, കുറച്ച് ഹെവിയാണ് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ്. അതാണ് വേറൊരു പ്രശ്നം. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സിൽ വരുന്നത്. പിന്നെ ഹൈവേയിൽ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. അതൊന്നും ഈ വണ്ടി ചെയ്യാൻ വേണ്ടിയല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് പ്രശ്നം. പക്ഷേ പോസിറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രോപ്പർ മൗണ്ടൻ ഗോട്ടാണ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ താറിൻ്റെ ഏതൊരു മോഡൽ വെച്ച് കമ്പയർ ചെയ്താലും ഈ വണ്ടി സിഗ്നിഫിക്കൻ്റ്ലി ലൈറ്ററാണ്. ഈ വണ്ടിക്ക് ഏകദേശം 1250-1300 കിലോ വരെ മാക്സിമം വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ താർ 3 ഡോർ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഏകദേശം ഒരു 1600 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ താർ റോക്സ് ആണെങ്കിൽ 1800 മുതൽ നമ്മുടെ പവർ ഓപ്ഷൻസ് ഒക്കെ അനുസരിച്ച് 2000 കിലോ, അതായത് 2 ടൺ വരെ ആ വണ്ടിക്ക് മാക്സിമം കർബ് വെയിറ്റ് പോകുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്തോരം വെയിറ്റ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നുള്ളൂ. മാക്സിമം 700 kg വരെയാണ് വെയിറ്റ് ഡിഫറൻസ് വരുന്നത്. അതൊരു ചെറിയ ഡിഫറൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പോകുന്ന സമയത്ത് താർ റോക്സ് കൊണ്ട് തന്നെ അധികം ആൾക്കാർ ഓഫ് റോഡ് പോകാറില്ല. ഇനിയിപ്പം 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അതും 400 കിലോസിനടുത്ത് നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് താറിന് വെയിറ്റ് കാരണം വരുന്ന ചില ഒബ്സ്റ്റാക്കിൾസ് ക്ലിയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഈ വണ്ടി അതിൽ കൂടെ ഒക്കെ പറന്ന് കയറും. പിന്നെ സ്റ്റക്ക് ആവാനുള്ള സാധ്യതയും ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതിൽ സ്റ്റക്ക് ആവുന്ന കേസിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഡിഫറൻഷ്യൽ ലോക്കാണ്. ഈ വണ്ടിക്ക് നമുക്ക് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് ഡിഫറൻഷ്യൽ ലോക്കൊന്നും വരുന്നില്ല. അത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു പലരും. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് സസ്പെൻഷൻ കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. ഇതിൽ ഒരുപാട് പേര് അയൺമാൻ ലിഫ്റ്റ് കിറ്റ് ഒക്കെ വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സൂപ്പർ ചാർജേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. സൂപ്പർ ചാർജർ കിറ്റ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ടർബോ ചാർജർ ഈ വാഹനത്തിൽ ആഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സൂപ്പർ ചാർജറാണ് ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ അടുത്ത് കോസ്റ്റ് വരും. ടർബോ ചാർജറാണ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതനുസരിച്ചിരിക്കും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്തായാലും കോസ്റ്റ് വരും. ഈ കോസ്റ്റ് വരുന്നതനുസരിച്ച് പവർ ഗെയിൻസും ഉണ്ട്. സൂപ്പർ ചാർജറിന് അധികം ഗെയിൻസ് ഇല്ല, ഒരു 130 ഹോഴ്സ് പവർ എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ടർബോ ചാർജറാണെങ്കിൽ മാക്സിമം ഞാൻ കണ്ടിട്ടുള്ള ഒരു വണ്ടി ഏകദേശം 180-200 ഹോഴ്സ് പവർ വരെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് അനുസരിച്ചിരിക്കും. ഇതൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് ഒരു സ്റ്റേജ് 1 മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡീസൻറ്റ് പെപ്പ് ഈ വാഹനത്തിൽ കിട്ടും. RBR ഒക്കെ ഇതിന് അത്യാവശ്യം നന്നായിട്ട് ട്യൂൺ ചെയ്യാറുണ്ട് സ്റ്റേജ് 1 മാപ്പ്. അതായത് ഒരുപാട് ഓൺ പേപ്പർ ഗെയിൻസ് വരില്ല, കാരണം എന്നെ എഞ്ചിനാണ്. നമുക്ക് കൂടിപ്പോയ ഒരു 8-10 ഹോഴ്സ് പവർ ഒക്കെ മാക്സിമം ഗെയിൻ വരുള്ളൂ. പക്ഷെ അതിൽ തന്നെ വണ്ടി കുറച്ചും കൂടെ ഫ്രീ ഡ്രൈവിംഗ് ആവും. നമുക്ക് ഡെയിലി കുറച്ചും കൂടെ കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആവും. എഞ്ചിൻ കുറച്ചും കൂടെ നൈസ് ആവും, ഓപ്പൺ ആയതുപോലെ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഫാക്ടറി ഫിറ്റഡ് സസ്പെൻഷനും. സംഭവം ഹൈ സ്പീഡ് റൈഡ് അത്ര കംഫർട്ടബിൾ അല്ല, കുറച്ച് ഫ്ലോട്ടിയാണ്, അത്ര ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നോർമലായിട്ട് ഏത് കുഴി കൂടെ ചാടിയാലും താറോ അല്ലെങ്കിൽ ബാക്കി ഏത് വണ്ടി കിടന്ന് കുലുങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് അറിയ പോലും ഇല്ല നമ്മൾ ഓഫ് റോഡ് ചെയ്യുകയാണെന്ന്. അത്രയും നന്നായിട്ട് ഈ വണ്ടി ഓഫ് റോഡ് സിറ്റുവേഷൻസിൽ പ്രത്യേകിച്ച് എല്ലാ സംഭവങ്ങളും നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ കംഫർട്ട് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ലിഫ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ കേപ്പബിൾ ആകും എന്നുള്ള സംഭവം ഉറപ്പാണ്. ഞാൻ ആകെപ്പാടെ ഇതിൻ്റെ കംഫർട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമുക്ക് ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആയി ഇട്ടിരിക്കുന്ന അത്യാവശ്യം നല്ല വലിയ വീൽസുള്ള വണ്ടിയിലാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഓഫ് റോഡ് ചെറുതായിട്ടും ചെയ്ത് നോക്കിയായിരുന്നു. ഭയങ്കര ഹാർഡ് കോറൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ പജേറും അതുപോലെ ഈ വണ്ടിയും കൊണ്ടൊക്കെ പോയി നോക്കിയ സമയത്ത് ഇത് സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അതും ഫുൾ ലോഡാണ്. ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സ്ട്രഗിളൊന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് കുറച്ച് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറി പോകും. മാനുവൽ ആണെങ്കിൽ ഇത് പെട്രോൾ ആയതുകൊണ്ടും എണ്ണ ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ക്ലച്ച് കൺട്രോൾ അത്യാവശ്യം വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ വണ്ടിക്ക് ഡീസൽ വണ്ടികൾ പോലെ അത്രയും ഒരു ടോർക്ക്, അതായത് നമുക്ക് ക്ലച്ചിൽ കുറേ നേരം വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വരുമായിരിക്കും. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നമൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഈ വണ്ടി ഇനി അവർ കുറച്ച് കാലം കഴിയുമ്പോൾ പതുക്കെ അങ്ങോട്ട് നിർത്തും. അപ്പോഴായിരിക്കും ഇതിന് ഇനി വീണ്ടും ഡിമാൻഡ് കയറി വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തിക്നെസ് നിർത്തി, അതും ഏകദേശം ഇതുപോലത്തെ വണ്ടിയാണ്. ഇത്രയും ലോ സെയിലല്ലായിരുന്നു, 1500-2000 ഒക്കെ സെയിൽ കിട്ടുമായിരുന്നു. പക്ഷേ എന്നാലും ആൾക്കാർ അതിനും കൂടുതൽ പ്രിഫർ ചെയ്ത് വാഗണാർ, സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളൊക്കെയാണ്. ഈവൻ വാഗണാറിൻ്റെ ഓൾമോസ്റ്റ് സെയിം പ്രൈസിലാണ് നമുക്കിപ്പോൾ, അതായത് നിർത്തുന്നതിന് മുന്നത്തെ കാലത്തൊക്കെ തിക്നെസ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. കേരളത്തിൽ പിന്നെ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നതിന്, പുറത്തൊന്നും അതായത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സൈഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ വലിയ ഡിമാൻഡില്ലാതിരുന്നൊരു വണ്ടിയായിരുന്നു. അതുപോലെയൊക്കെ തന്നെ ഇനി ഈ വണ്ടിയും ഫ്യൂച്ചറിലാവാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവർ നിർത്തുന്ന കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പ്രോപ്പർ ഓഫ് റോഡ് വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ വണ്ടി തന്നെയാണിത്. താർ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിയർ വീൽ ഡ്രൈവ് ആണ് വാങ്ങുന്നത്. ഈ വണ്ടിക്ക് പിന്നെ റിയർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ കിട്ടുന്നില്ല. ലാഡർ ഫ്രെയിം ഷാസിലാണ് ഈ വണ്ടിയും വരുന്നത്. നമുക്കൊരു പ്രോപ്പർ ഓഫ് റോഡ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ എല്ലാം ഈ വണ്ടിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് നമുക്ക് ഒന്ന് ടയർസൊക്കെ മാറ്റി ഒന്ന് ലിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഓഫ് റോഡ് മെഷീനാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഒരുപക്ഷെ ഈ വണ്ടിയും കൂടുതൽ എന്തൂസിയാസ് വാങ്ങുന്നതുകൊണ്ടായിരിക്കും ഞാൻ ഈ വണ്ടിയും കൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ഓഫ് റോഡ് പോകുന്നതാണ് താറും കൊണ്ട് ആൾക്കാർ ഓഫ് റോഡ് പോകുന്നതിലും കൂടുതൽ കണ്ടിട്ടുള്ളത്. താർ റോക്സ് കൊണ്ട് പിന്നെ ആൾക്കാർ ഓഫ് റോഡ് പോകാറില്ല. വളരെ വളരെ നെഗ്ലിജിബിളായിട്ട് മേ ബി 1% ആൾക്കാർ അതിലും കുറവ് ആൾക്കാർ ഓഫ് റോഡ് പോകുമായിരിക്കും. താർ റോക്സ് ഏറ്റവും കൂടുതൽ പോകുന്നതേ റിയർ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഒക്കെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വിൽക്കുമായിരിക്കും. ആ ഒരു സിറ്റുവേഷനാണ്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾക്ക് ജിമ്മിയെ പറ്റിയും അതുപോലെ താറിനെ പറ്റിയും തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നമുക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഒക്കെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.